എം ജാഫർ ഖാൻ മറുപടി ഒറ്റ മിനിറ്റ്. സാർ, ഈ പരിശോധന നടത്തുവാനുള്ള സംവിധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു വിങ് കേരളത്തിൽ 2022 വരെ പ്രവർത്തിച്ചിരുന്നത് ഈ ഗവൺമെന്റ് നിർത്തലാക്കി. ആ പരിശോധനയുടെ ഇത് കണ്ടെത്താമായിരുന്നു. അതെന്തുകൊണ്ട് നിർത്തലാക്കി? മറുപടി പറയണം. ഈ തട്ടിപ്പ് ഭാഗമായിട്ടാണോ? അതായിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ആ പരിശോധന എല്ലാ മാസവും പഞ്ചായത്തുകളിൽ നടത്തി, ആ പരിശോധന നടത്തി ഇതിൻ്റെ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ ചോദിച്ചല്ലോ, മസ്റ്ററിങ് നടത്തിക്കൊണ്ടാണ് ഈ ആളിനെ ഒഴിവാക്കിയെന്ന്. എന്തുകൊണ്ട് മസ്റ്ററിങ് നടത്തിയെങ്കിൽ ഈ കോളേജിലെ പ്രൊഫസറെയും ഹയർ സെക്കൻഡറി അധ്യാപകരെയും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല? ആ രീതിയിലാണ് മസ്റ്ററിങ് നടത്തിയെങ്കിൽ കൃത്യമായി ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ആ സംവിധാനം ഇവിടെ തകർന്നു നിൽക്കുകയാണ്. അത് മാത്രമല്ല, നേരത്തെ ശ്രീ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത് പഞ്ചായത്ത് തലത്തിലുള്ള ഒരു കോക്കസ് ഇത് കൂടിയാലോചന നടത്തി ഇത് നേരെയാക്കാനല്ല, ഇത് കൂടിയാലോചനകൾ നടത്തി ചില താല്പര്യമുള്ള കക്ഷികൾക്ക് ഈ പെൻഷൻ കൊടുക്കുവാനും പിന്നെ വോട്ട് വാങ്ങാനും വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഏഴാമത്തെ വാർഡിൽ മാത്രം ഇത്രയധികം പേര് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതാ കൗൺസിലർ അറിയാതെ നടക്കുമോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതാണ് നേരത്തെ അഡ്വക്കേറ്റ് അരുൺ പങ്കുവച്ചൊരു ആശങ്കയും. ഇതിൽ ചിലർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി അവരുടെ താല്പര്യക്കാരെ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ പട്ടികയുടെ ലിസ്റ്റിലേക്ക് തിരികെ കയറ്റുന്നുണ്ടോ? രാഷ്ട്രീയ താല്പര്യം കണക്കിലെടുത്ത ഹനീഷ അതൊന്നും കൂടെ ഊന്നി പറയട്ടെ, അത്തരത്തിൽ ഏതെങ്കിലും ക്രമക്കേട് ഏതെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നടപടിയെടുക്കും. ഇന്ന് തന്നെ നമ്മൾ ഓൾറെഡി കത്ത് ഫോർവേഡ് ചെയ്താണ് സെക്രട്ടറിക്ക്. ഈ 63 ആളുടെയും പെൻഷൻ സ്റ്റാറ്റസ് കൃത്യമായിട്ട് 2 ദിവസത്തിനുള്ളിൽ അറിയിക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം നാളെ തന്നെ കിട്ടുകയാണെങ്കിൽ നാളെ തന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഇന്ന് സെക്രട്ടറിക്ക് കത്ത് പോയതാണ്. മറ്റൊന്നും നമ്മൾ ആലോചിക്കേണ്ടത്, കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ ഒരു പ്രവണത ശരിയല്ല. ഇത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഇത്തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമം ഇനി നടന്നേ തീരുവൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിന്റെ പരിശോധന നടത്തും. എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിനുള്ള തീരുമാനം, അതിനുള്ള കോട്ടക്കൽ നഗരസഭയെ മാത്രം കുറ്റപ്പെടുത്തേണ്ട ഒരു വിഷയമല്ല. ഇത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാവാം, ഏറിയും കുറഞ്ഞും. ധന്യക്ക് ഒരു 30 സെക്കൻഡ് സമയം ഉണ്ട്. അരുൺ അതായത് കാസർഗോഡ് ജില്ലയിൽ ഇപ്പം പൊതുസമൂഹം താമസിക്കുന്ന ഇടങ്ങളുണ്ടല്ലോ, കള്ളാർ പഞ്ചായത്ത്, പനത്തടി പഞ്ചായത്ത്, ഞങ്ങൾക്ക് ആ 2 മണിക്കൂർ ആ ഒരു സ്പേസസ് അത്രയും യാത്ര ചെയ്താൽ വേണം ഒരു മോർച്ചറി കൊണ്ടുപോകാൻ. ശ്മശാനമില്ല, മോർച്ചറി ഇല്ല, ആംബുലൻസ് ഇല്ല, ഫയർഫോഴ്സ് ഇല്ല. എൻ്റെ നാട്ടിലെ അവസ്ഥയാണ്, കാസർഗോഡ് ജില്ലേൻ്റെ അവസ്ഥയാണ്. പൊതുസമൂഹം താമസിക്കുന്നിടത്ത്, കുടിയേറ്റ ക്രിസ്ത്യൻ താമസിക്കുന്നിടത്ത്, ഇത്രയും വിദ്യാഭ്യാസമുള്ള സ്ഥലത്ത് ഇങ്ങനെയില്ല. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ആൾക്കാരുടെ കാര്യം പറയാനുണ്ടോ? ഞാൻ ചെയ്തു, എൻ്റെ കടമ ഞാൻ നിർവഹിച്ചു. മാതാപിതാക്കൾ മരിച്ചുപോയ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരുന്ന 70 കുട്ടികളെ ഞങ്ങൾ മാസം 2000 രൂപ തൊട്ട് 8000 രൂപ വരെ കൊടുത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് പൂർണ്ണ സുരക്ഷിതത്വം നൽകുന്നുണ്ട്, അവർക്ക് പൂർണ്ണ പഠനം. തീർച്ചയായും 5000 പേർ സാമൂഹ്യക്ഷേമ പെൻഷൻ അർഹതയുള്ളവരുണ്ടെങ്കിൽ റിപ്പോർട്ടർ TV തന്നെ മുൻകൈ എടുത്ത് അത് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമം നടത്തും. ഞങ്ങളുടെ കാസർഗോഡ് ബ്യൂറോയ്ക്ക് ഞങ്ങൾ ഇപ്പോൾ തന്നെ നിർദ്ദേശം കൊടുക്കുന്നു. കാസർഗോഡ് ബ്യൂറോ ഈ വിഷയം ഫോളോ അപ്പ് ചെയ്യും. ആ പഞ്ചായത്തിന്റെ പേര് ധന്യയുമായിട്ട് അവർ ബന്ധപ്പെടും. ആ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തും. അനർഹർ കടന്നുകൂടുന്നതോടൊപ്പം തന്നെ അർഹർ ഒഴിവാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അത് പഞ്ചായത്തിന്റെ പരാജയമാണ്. പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് വേണം. തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തും. പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ട്. അതിന് മാധ്യമം എന്ന നിലയിൽ റിപ്പോർട്ടർ TV അടിയന്തരമായി തന്നെ ഇടപെടുകയും ചെയ്യും.